ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അള്ളാഹ് എന്നുള്ളതാണ്. ഈ അറബിക് കോഡക്സ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ശാസ്ത്രീയമായി അതിൻ്റെ കാലനിർണ്ണയം നടത്തിയിട്ടുണ്ട്. അത് 867 എന്ന് പറഞ്ഞാൽ 9-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ അതായത് 9-ാം നൂറ്റാണ്ടിലേക്ക് ബൈബിള് അറബി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴും ഉപയോഗിച്ച വാക്ക് എന്ന് പറയുന്നത് അള്ളാഹ് എന്ന് പറയുന്ന വാക്കാണ്. ലോഡ്, ക്യാപിറ്റൽ LORD എന്ന് പറയുന്ന വാക്ക് വരുന്നിടത്തെല്ലാം അറബിക് കോഡക്സിൽ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ മൗണ്ട് സൈനാറ്റിക്കസ് അറബിക് കോഡക്സ് 151 ഉപയോഗിച്ചിരിക്കുന്നത് അൽ റബ്ബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അറബിയിൽ ചേർത്ത് വായിക്കുമ്പോഴത്തേക്കും നമ്മൾ റബ്ബ് എന്നാണ് പറയുന്നത്. സൗദിയിൽ അൽ ദവാസർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അത് അറബി അറിയാത്തവർ അൽ ദവാസർ എന്നാണ് സാധാരണ പറയുന്നത്. പക്ഷേ അറബികൾ പറയുന്നത് ദവാസർ എന്നാണ്. അറബിക്ക് അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഇത് രണ്ടും കൂടെ ഒന്നിച്ച് മലയാള ഭാഷയിലും ഇംഗ്ലീഷിലും ഒക്കെ നമ്മളങ്ങനെ ഉപയോഗിക്കും. എന്ന് പറഞ്ഞാൽ പറയുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടി അല്ല് കഴിഞ്ഞിട്ട് ഒരു ബ്രീത്ത് എടുത്ത് ഒരു സ്റ്റോപ്പ് എടുക്കണം. അത് ഒഴിവാക്കാൻ വേണ്ടി ദവാസർ എന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ അൽ റബ്ബ് എന്നാണ്. അപ്പോൾ റബ്ബെന്നും അള്ളാഹ് എന്ന് പറയുന്ന വാക്ക് കുറഞ്ഞ പക്ഷം 9-ാം നൂറ്റാണ്ടിലെങ്കിലും അറബി ബൈബിളിൽ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് ഇവന്മാർ തള്ളിവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 19-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് ഈ വാക്ക് ഒരു അബദ്ധം പറ്റിയ ഒരു ഇംഗ്ലീഷുകാരന് വാണ്ടിക്ക അറിയാതെ അങ്ങ് ഉപയോഗിച്ചു പോയതാണ്. അതുകൊണ്ട് അവിടുത്തെ ക്രിസ്ത്യാനികളെല്ലാം മൊണ്ണകളാണ്. അത് ആ ഭാഷയുടെ ഭാഗമാണ്. ആ ഭാഷയിൽ അവർ പടച്ച തമ്പുരാനോട്, പ്രപഞ്ച സൃഷ്ടിതാവിനോട് അവർക്ക് വേറെ എനിക്ക് ഈ പറയുന്ന ആൾക്കാരോട് ചോദിക്കാനുള്ള ഒരു വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യം ഇത്രയേ ഉള്ളൂ. ആ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്: ശരി, അള്ളാഹ്ക്ക് പകരം പ്രപഞ്ച സൃഷ്ടിതാവ്, ഏക സത്യദൈവം എന്ന് പറയുന്ന വേറൊരു അറബിക്ക് വാക്ക് നിങ്ങൾക്ക് അറബി ഭാഷയിൽ നിന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പം ഇത് എന്ന് തൊട്ടാണ് ഉപയോഗിച്ചതെന്നുള്ളത് നമുക്ക് ചരിത്രപരമായിട്ടുള്ള പരിമിതികളുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ചരിത്രം തപ്പിപ്പോകുമ്പോഴത്തേക്ക് അറബിയിലൊക്കെ കോഡക്സുകൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അവിടെ അത്രയെങ്കിലുമൊക്കെ കിട്ടുന്നത്. പക്ഷേ മറ്റു ഭാഷകളിലൊന്നും നമുക്ക് അതുപോലും കിട്ടാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ഇത് രസകരമായ കാര്യം, നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ പ്രപഞ്ചത്തിൽ ഒരു ദൈവം ഉള്ളതെന്നറിയാം. അപ്പോൾ ആ ദൈവത്തിന് ഓരോ സംസ്കാരത്തിലും ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്, ചില ഭാഷാ രീതികളുണ്ട്. നമ്മൾ മലയാളത്തിൽ ദൈവം എന്ന് ഉപയോഗിക്കുന്നത് പോലെ നേരത്തെ KHN തന്നെ പറഞ്ഞതുപോലെ പരമേശ്വരൻ എന്ന് പറയുന്ന പോലെ അത് പരമേശ്വരനാണ്, അത് ഞങ്ങളുടെ ദൈവം അല്ലെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നാലോ ഈ ദൈവം എന്ന് പറയുന്നത് ദൈവമാണ്, അതല്ല ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ അത് വളരെ വളരെ മൗഢ്യമായിട്ടുള്ളൊരു വാദമെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട് കഴിയത്തുള്ളൂ. ഈ ദൈവസങ്കല്പത്തിൽ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ്. ഇസ്ലാമിൻ്റെയും ക്രിസ്ത്യാനികളുടെയും ദൈവ വിശ്വാസത്തിൻ്റെ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ദൈവത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പേര് അതുതന്നെയാണ്. ഇന്നും അറബികൾ കാണുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും സാധാരണ ഗൾഫ് നാടുകളിലൊക്കെ ജീവിച്ചരിച്ചത് അറിയാമല്ലോ, സാധാരണഗതിയിൽ അസ്സലാമു അലൈക്കും എന്നുള്ളത് അവരിങ്ങോട്ട് പറയുമ്പോഴോ നമ്മൾ അങ്ങോട്ട് പറയുമ്പോഴോ ഒക്കെ പറയുന്നൊരു പ്രയോഗമാണ്. ഈ പ്രയോഗം തന്നെയാണ് അറബ് ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് തോന്നുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ഒന്നാടെ ആവർത്തിക്കുകയാണ്. ഈ 2000 വർഷത്തെ പഴക്കമുള്ള പ്രാചീന ക്രൈസ്തവരെന്ന് എടുത്തു പറയാവുന്ന ഗ്രൂപ്പുകൾ, അത് കോപ്റ്റിക് ക്രിസ്ത്യാനികളാണ്, അഹ്മാരിക് ക്രിസ്ത്യാനികളാണ്, സിറിയയിലെയും അന്ത്യോക്യയിലെയും അറബിയിലെയും പാലസ്തീനിലെയും ക്രിസ്ത്യാനികളാണ്. ഇവരെല്ലാവരും മറന്നുപോകുന്ന ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടാണ്. ഈ പാലസ്തീൻ എന്ന് പറയുന്ന ഇന്ന് ഈ പ്രശ്നം നടക്കുന്ന പ്രശ്നകലുഷിതമായ പ്രദേശത്ത് മുസ്ലിങ്ങൾ മാത്രമല്ല, അവിടെ 10% ക്രിസ്ത്യാനികളുണ്ട്. അവരാണ് ഓതൻറ്റിക് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിത്വം ഇവിടുന്ന് തുടങ്ങിയത് ജെറുസലേമിൽ നിന്നാണ്. ആ നാട്ടിൽ ഇടയ്ക്ക് മാർഗം കൂടി വന്നവരല്ല. ആ നാട്ടിൽ കാലാകാലങ്ങളായിട്ട് നിലനിന്ന് പോന്നിരുന്ന ക്രിസ്ത്യാനികളുണ്ട്. അവരുടെ മാതൃഭാഷയിൽ അവർ പ്രപഞ്ച സൃഷ്ടാവിനെ വിളിക്കുന്ന വാക്കാണിത്. ആ വാക്കിൻ്റെ ഉത്ഭവം എന്ന് തൊട്ടാണ് എന്നുള്ളതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേണമെങ്കിൽ നേരത്തെ ഷാവുലിക്ക പറഞ്ഞതുപോലെ നമുക്ക് തപ്പിയെടുക്കാനായിട്ട് പറ്റും. പക്ഷേ എൻ്റെ ഓർമ്മയിൽ എനിക്ക് പെട്ടെന്ന് വരുന്നൊരു ഒരു വളരെ എവിഡൻസ് ആയിട്ട് ആർക്കും പെട്ടെന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്ന ഒരു പ്രയോഗം 9-ാം നൂറ്റാണ്ടിലാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 867 അള്ളാഹു എന്ന് പറയുന്ന വാക്ക്, അൽ റബ്ബ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചതിന് നമ്മുടെ മുൻപിൽ ഇന്ന് ഡിജിറ്റൽ തെളിവുകളുണ്ട്. ഇതിൻ്റെ ഡിജിറ്റൽ കോപ്പികളെല്ലാം ഇൻ്റർനെറ്റിലുണ്ട്. ഈ പറഞ്ഞ ഡോക്യുമെൻ്റ്, ആ പാർച്ച്മെൻറ്റ് അതേ രൂപത്തിൽ തന്നെ ഇന്ന് സംരക്ഷിക്കപ്പെടുന്നതുകൊണ്ട്